ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു ഫുൾ കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സോണിയുടെ കല്യാണമൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ചെറുക്കനെയൊന്നും കാണുന്നില്ല. ചെറുക്കനും കൂട്ടരും വരുന്ന ആ ഒരു സമയം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ സേനനാണെങ്കിൽ അവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ രാഹുലിനെയും ശാരിയെയും കാണിക്കുകയാണ്. രാഹുലാണെങ്കിലോ നമ്മുടെ ശാരിയോട് പറയുന്നുണ്ട്, അതെ കത്തി തീർന്നടി, കത്തി തീർന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശാരിയാണെങ്കിൽ പുള്ളിക്കാരന്റെ സമനില തെറ്റിയതുപോലെയാണല്ലോ ഇപ്പോഴത്തെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് അവൾ വിചാരിക്കുന്നത് ഇയാളുടെ ഭ്രാന്ത് മൂത്തെന്ന് തന്നെയാണ്. ഉടനെ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി മോരും വെള്ളം കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ ഇച്ചിരി തണുക്കുമല്ലോ. ഞാൻ മോരും വെള്ളം ചോദിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് രാഹുൽ ചോദിക്കുന്ന സമയം, അല്ല നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പം, എൻ്റെ പൊന്നു ശാരി, നീ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതെ മോരും വെള്ളം വേണമെങ്കിൽ നീ നിന്റെ മരുമോനും കൊണ്ട് കലക്കി കൊടുക്കെന്നും പറഞ്ഞ് രാഹുൽ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശാരി ആണെങ്കിലോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി പുള്ളിക്കാരി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് രൂപയെയും സേനനെയും അതുപോലെ തന്നെ സോണിയെയും ഒക്കെയാണ്. അപ്പൊ കിരൺ ആണെങ്കിലോ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. സേനനാണെങ്കിൽ ആൽബിയെയും അച്ചായനെയും ഒക്കെ നിർത്താണ്ട് വിളിക്കുക കേട്ടോ. അപ്പൊ ഇവര് കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ടെൻഷനായി. എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അവര് സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ വരാത്തതെന്നും പറഞ്ഞ് രൂപയും ഇങ്ങോട്ട് ഇറങ്ങി വരിക അന്വേഷിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സോണിയും പിന്നാലെ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിളിച്ചിട്ടൊന്നും ആരും ഒട്ടും ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഇവര് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ രാഹുലിനൊരു കോള് വരികയാണ്. കൊട്ടേഷൻ സംഘത്തിലെ മെയിൻ തലവനായിട്ടുള്ള കാറിന് ബോംബ് വെച്ചവൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറയാണ്, സാറ് വിചാരിച്ചതുപോലെ തന്നെ അവന്റെ കാറ് കത്തി നശിച്ചു. ഇനി ഒരിക്കലും ആ കല്യാണം നടക്കില്ല എന്നുള്ള സന്തോഷ വാർത്ത അത് കേട്ട പാടെ തന്നെ നമ്മുടെ രാഹുലിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. സ്വന്തം അനന്തരവളുടെ കല്യാണം മുടക്കിയിട്ടാണ് ഈ ദുഷ്ടൻ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്. രാഹുൽ ആ സന്തോഷത്തിൽ നിർത്താതെ ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ശാരിയും സരയും മനോഹറും കൂടി വരിക. അപ്പൊ ഇവരാണെങ്കിലോ അപ്പുറം മാറി നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ പുള്ളിക്കാരന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഈ അച്ഛൻ ഇത് എന്താണ് പ്രശ്നം, വട്ട് മൂത്തിട്ടാണോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവര് പോയി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എന്താണ് അതിനൊക്കെ പ്രശ്നം? അതെ ഞാൻ നേടിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്തു, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം. പിന്നെ ദൈവം ഇതെന്താണ്, ഇനിയിപ്പോ ഉഷ്ണതരംഗമൊക്കെ ആയല്ലോ, ചൂട് കൂടിയിട്ടെങ്ങാനും ആണോ ഈ മനുഷ്യൻ ഇത്രയൊക്കെ പ്രശ്നം വന്നത് എന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ഇതേ നീ മോരും വെള്ളം കുറച്ചു മുമ്പ് കലക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആ മോരും വെള്ളം കലക്കി നിന്റെ മരുമോന്റെ എണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്ക്. എൻ്റെ അടുത്തല്ല ഇതൊന്നും ചോദിച്ചു വരേണ്ടത്. അപ്പൊ ഉടനെ ഭർത്താവിനെ പറഞ്ഞപ്പോഴത്തേക്കിനും സരയുവിന് ഇഷ്ടപ്പെട്ടില്ല. അവള് പറയുന്നുണ്ട്, അതെ അച്ഛന്റെ കാര്യം നോക്ക്. അച്ഛൻ എന്തിനാ എന്ത് പറഞ്ഞാലും എന്റെ മനുവേട്ടന്റെ മെക്കിട്ട് കയറുന്നത്? എന്റെ മനുവേട്ടൻ ഒരു പാവമായി പോയത് കൊണ്ട് മാത്രമാണ് അച്ഛന്റെ ഈ ഒരു ദേഷ്യവും കാര്യമൊക്കെ കേട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ കാണായിരുന്നു എന്ന് പറയാ. അപ്പൊ ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ശാരിക്ക് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. അവള് പറയുന്നുണ്ട്, നിങ്ങൾക്കല്ല തരേണ്ടത്. എന്റെ മോന് ചിലപ്പോൾ ഞാൻ പാലും വെള്ളം കൊടുക്കും, ചിലപ്പോൾ മോര് കൊടുക്കും, ചിലപ്പോൾ ജ്യൂസ് കൊടുക്കും. അതൊക്കെ അത്രയും നല്ലൊരു ചെറുക്കനാണ് എന്റെ മോൾക്ക് കിട്ടിയത്. എന്റെ മോള് ചെയ്ത പുണ്യമാണ് എന്റെ മരുമകൻ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോഴും നമ്മുടെ രാഹുലാണെങ്കിൽ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് രാഹുലിന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണും അതുപോലെ രൂപയും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ്. ചെറുക്കനെയും കൂട്ടരെയും കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരികയാണ്. കാറ് കാണുമ്പോൾ നമ്മുടെ കിരൺ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇനി ഇത് അവരെങ്ങാനും ആയിരിക്കോ? അല്ലട മോനെ, ഇത് അവരുടെ കാറല്ല, ഇത് ഏതാ ഈ കാറെന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇവര് വിഷമിച്ച് നിൽക്കുമ്പം കാറിനകത്ത് നിന്നും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ അച്ചായൻ ഇറങ്ങി വരികയാണ്. അച്ചായനെ കണ്ടതും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിടർന്നു കേട്ടോ. ഒരിക്കലും ഇവരിങ്ങനെ ഒരു എൻട്രി പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രേക്ഷകരും പ്രതീക്ഷിച്ചിട്ടില്ല. കാറ് കത്തിപ്പോകുന്നതായിട്ടാണല്ലോ നമ്മളെ തന്നെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പം ആൽബി ആണെങ്കിലോ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നേ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ആ ഒരു ഗുണ്ട ഉണ്ടല്ലോ പുള്ളിക്കാരൻ കാണുന്നുണ്ട്. പുള്ളിക്കാരൻ കണ്ടതും ദൈവമേ ഇതാ കല്യാണ ചെറുക്കനല്ലേ, അപ്പം ഇവരുടെ കാറിന് എന്ത് പറ്റി? ഇവരുടെ കാറ് കത്തി അമരുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ സാറിനെ വിളിച്ച് ഞാൻ അവര് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞത്. ദൈവം ഇതെന്താണ്, ഇനിയിപ്പോ ചീത്ത കേൾക്കാന്നും പറഞ്ഞു പുള്ളിക്കാരനാണെങ്കിൽ ഉടനെ ഫോൺ എടുക്കുകയാണ്. അപ്പം എന്താണ് അച്ചായ നിങ്ങൾ വൈകിയെന്നും ചോദിച്ച് സേനൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഒന്നും പറയണ്ട, പിന്നെ ഏതൊരു മംഗളകാര്യം നടക്കുന്നതിന് മുന്നേയും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ,
ആ തടസ്സങ്ങളായിട്ട് ഇത് കൂട്ടിയാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ആൽബിച്ചായനും അതുപോലെ തന്നെ അച്ചായനും എല്ലാവരും കൂടി അങ്ങ് ആ ഒരു രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി പോവാ. അപ്പോൾ നമ്മുടെ സോണിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര പുഞ്ചിരിയായി കേട്ടോ. നടക്കാതെ പോകുമെന്ന് വിചാരിച്ച കല്യാണമാണല്ലോ ഇപ്പം നടക്കാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അവരെല്ലാവരും. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് ഈ കണ്ട ഗുണ്ട ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ആ രാഹുലിനെ വിളിക്കുകയാണ്, എൻ്റെ പൊന്ന് സാറേ, സാർ എന്നോട് ക്ഷമിക്കണം, ഒരബദ്ധം പറ്റി. അവർ കാറ് കേടായതും വേറൊരു വണ്ടി പിടിച്ചു പോകുന്നു. പക്ഷേ നമ്മൾ ബോംബ് സെറ്റ് ചെയ്ത വണ്ടിയാണെങ്കിൽ സ്പോട്ടിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല സാറേ എന്നുള്ള കാര്യം കേട്ടതും രാഹുലിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുവിട്ടോ. ഇത്രയും നേരം കിളിപോയ അവസ്ഥയിലിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന രാഹുലാണെങ്കിലും ഇപ്പം ആ കിളിയൊക്കെ പറന്നു പോയി. മൊത്തത്തിലിരുന്ന സങ്കടത്തിൽ തലക്ക് കൈ കൊടുക്കുന്നു, തലവേദന അനുഭവിക്കുന്നു, എന്തൊക്കെയാണ് അവ പുള്ളി കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഈ ചേഷ്ടകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വരിക. ഭഗവാനെ, ഇനി ഇയാളെ എങ്ങനെ നേരെയാക്കും? ഇത് ചൂടിൻ്റെ തന്നെയാണ്. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ 40 ഡിഗ്രി മേലിൽ ചൂടുണ്ടല്ലോ, അതിൻ്റെതായിരിക്കും ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞ് അവിടെ അടുത്ത് പോയിരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവമേ, ഇനി ഞാൻ ഭാര്യയാണ് എന്നറിയാതെ എങ്ങാനും ഇനി എന്നെ എങ്ങാനും കുത്തി കൊല്ലുവോ? അപ്പോൾ ഉടനെ നമ്മുടെ മനോഹരം വരികയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, ദേ അമ്മ, ഞാൻ പറഞ്ഞത് അമ്മ മറന്നു പോകരുത്. ഒരു കാരണം വെച്ചാലും അച്ഛൻ്റെ പറ്റേലും ഒരായുധങ്ങളും ഇരിക്കാൻ പാടില്ല. അതെങ്ങാനും ഇരുന്നാലുണ്ടല്ലോ ചിലപ്പം ഞാൻ ആരാണ്, അത് അമ്മ ആരാണ് എന്നൊന്നും നോക്കാതെ അച്ഛൻ അതെടുത്ത് പ്രയോഗിക്കും. അതുകൊണ്ട് അമ്മ അതിലൊരു കരുതൽ വേണം കേട്ടോ എന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സരയും അങ്ങോട്ട് വന്നു. സരയും പറയുന്നുണ്ട്, ഇത് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മനുവേട്ടാ? നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രി കാണിക്കണ്ടേ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പം രാഹുൽ ഇതെല്ലാം കേട്ട് നിൽക്കുക. രാഹുലിനാണെങ്കിൽ ഈ ദേഷ്യമൊക്കെ കൂടി ഉള്ളത് കൊണ്ട് തന്നെ മനോഹരന്റെ നേരെ ചെല്ലുക. അപ്പോൾ ഒട്ടനെ നമ്മുടെ മനോഹരനാണെങ്കിൽ മനോഹരമായി തന്നെ ഒരു പാട്ട് പാടുക. നമ്മുടെ താരാപഥം ചെയ്തോഹരം ഉണ്ടല്ലോ, ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കിനും താരയാണല്ലോ അതിൽ വെച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഗാസുരൻ ഒരു പൊടിക്കങ്ങ് ഒതുങ്ങുക കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ ഇതേ ഈ പാട്ട് കേട്ടാൽ മാത്രമേ അച്ഛൻ ഒരു പൊടിക്ക് ഒതുങ്ങുള്ളൂ. ഇതേ മനുവേട്ട, നിങ്ങൾ നിർത്തല്ലേ, നിർത്താതെ ആ പാട്ടൊന്ന് പാടിക്കെന്നും പറഞ്ഞ് സരയുവാണെങ്കിൽ നിർബന്ധിക്കുകയാണ്. അപ്പം സരയുവിന്റെ നിർബന്ധം കേൾക്കുമ്പോഴത്തേക്കിനും മനോഹറാണെങ്കിലോ നിർത്താതെ പാടിക്കൊണ്ടിരിക്കുക. അവസാനം തലക്ക് കൈ കൊടുത്ത് രാഹുലാണെങ്കിലോ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക. അപ്പം കല്യാണ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ കല്യാണിയാണെങ്കിലോ കല്യാണി ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ശരണ്യെ വിളിക്കുക. അപ്പം ശരണ്യെ വിളിച്ചപ്പം ശരണ്യ കുളിയൊക്കെ കഴിഞ്ഞ് കല്യാണ വീട്ടിലേക്ക് പോരാനുള്ള ഒരു പുറപ്പാടിലൊക്കെ നിൽക്കുക. അപ്പോൾ ഉടനെ അവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് കല്യാണി പറയൂ, നീ ഇറങ്ങിയോന്ന് ചോദിക്കുകയാണ് കല്യാണി. അപ്പോൾ ഉടനെ ശരണ്യ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ദാ ഇപ്പം ഇറങ്ങും. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? രജിസ്റ്റർ ഓഫീസിലാണ് ഞങ്ങളുള്ളത്, ഇപ്പം തന്നെ സൈൻ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിക്കുക. അപ്പം കല്യാണി പറയുന്നുണ്ട്, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, വിക്രം ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ആ കാര്യത്തിൽ എന്തായാലും ചേച്ചി പേടിക്കണ്ട. ഞാനൊരു കാരണവശാലും പുള്ളിക്കാരൻ്റെ അടുത്ത് സത്യങ്ങൾ പറയില്ല. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുക. അപ്പോഴാണെങ്കിലോ നമ്മുടെ ശരണ്യയുടെ അടുത്തേക്ക് വിക്രം വരിക. അല്ല, എങ്ങോട്ടാ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, അതുകൊണ്ട് അല്ല ഞാൻ വന്നോന്ന് ചോദിക്കുകയാണ് വിക്രം. ഉടനെ തന്നെ അവൾ പറയുന്നുണ്ട്, ദേ വേണ്ട, നിങ്ങൾ വരുമൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. പിന്നെ ഇന്നാണല്ലോ നമ്മുടെ സോണിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ആ വിവാഹം നടക്കാതെ പോയല്ലോ, കഷ്ടമുണ്ടല്ലേ. അവൾക്ക് വിവാഹത്തിനൊന്നും യോഗമൊന്നുമില്ല. ആൽബിയെ ഞാൻ പോയി കണ്ടതാണല്ലോ. അവനെപ്പോലൊരു നല്ല ചെറുക്കനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവൻ നല്ല സ്വഭാവമുള്ളവനാണ്. അവന് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടും. സോണിയെ പോലെ ഒരു അലവലാതി എന്തായാലും അവന് ഭാര്യയായിട്ട് കിട്ടില്ല. പിന്നെ എവിടെയോ പോയി അവൻ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കും. അപ്പം ഇത് കേൾക്കുമ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അതിന് ആ കല്യാണത്തിന് നിങ്ങളെ വിളിക്കുമോന്ന് ചോദിക്കുക. പിന്നല്ലാതെ വിളിക്കാതെ എങ്ങനെയാ? അത്രയ്ക്ക് ബന്ധമുണ്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ പൊട്ടനാട്ടം കാണുന്ന പോലെ നിൽക്കുക കേട്ടോ. അപ്പൊ ശരണ്യാണെങ്കിലോ എന്നാ ആയിക്കോട്ടെ ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് റെഡി ആയിക്കൊണ്ട് ഇറങ്ങാൻ തുടങ്ങുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ രാഹുലിനെ കാണിക്കാം. രാഹുലാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? തൻ്റെ എല്ലാ പ്ലാനുകളും ഇങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം കോഞ്ഞാട്ടേ ആകുമല്ലോ. ഇപ്പൊ തന്നെ മകളും ഭാര്യയും ഒന്നും ഒരു തരി പോലും തനിക്ക് വില കൽപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം നായ നക്കിയതിന് തുല്യമാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ശാരി വരുമ്പോൾ ശാരി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആശുപത്രി പോവാന്ന് പറയുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴോ ഉടനെ തന്നെ നമ്മുടെ രാഹുലിന് ദേഷ്യം വന്നു. ശാരി,
എനിക്കല്ല ഭ്രാന്തുള്ളത്, നീയും നിന്റെ മകളും ഒരു ദിവസം മനസ്സിലാക്കും. നീയൊക്കെ പാലൂട്ടി വളർത്തുന്ന ഒരുത്തനുണ്ടല്ലോ ഈ വീട്ടില്, അവൻ എന്ത് ചതിയനാണ് എന്നുള്ള കാര്യം അത് നിങ്ങൾ താമസിയാതെ മനസ്സിലാക്കും എന്നൊക്കെ പറയുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരിക്ക് ദേഷ്യം വരിക. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വിഷുവിന്, ഇത്തവണത്തെ വിഷുവിന് ഞാൻ നിങ്ങളുടെ മരമോന്തയാ കണി കണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള ഈ അടുത്ത വിഷു, ആ വിഷുവിന് ഞാൻ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും മാറി താമസിക്കും. മിക്കവാറും ഞാനും എൻ്റെ മോളും ഒക്കെ അമേരിക്കയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി അതും ഇതും പറഞ്ഞ് എൻ്റെ മനുമോനെ പിണക്കാൻ നിൽക്കരുത്. അവളുടെ ഒരു മനുമോൻ എന്നൊക്കെ പറഞ്ഞ് രാഹുലാണെങ്കിൽ ഇങ്ങനെ പിറുപിറുക്കുക. അപ്പൊ രാഹുലിന് ബോംബ് പൊട്ടി തെറിച്ചെങ്കിലും ആൽബിയും കൂട്ടരും ഒന്നും ചത്തുപോകാത്തതിന്റെ വിഷമം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങ് ഭയങ്കര കലിപ്പിൽ നിൽക്കുക. അപ്പം ഉടനെ തന്നെ ശാരി വീണ്ടും പറയുക, ദേ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇത് നമ്മുടെ മോളുടെ ജീവിതത്തെ ബാധിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും മോളോട് ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറ്. നിന്റെ ഒരു മരുമോനെന്നും പറഞ്ഞ് രാഹുലാണെങ്കിൽ ശാരിയുടെ നേരെ അങ്ങ് ചെല്ലുക. ഇങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ തലയിൽ നല്ല നെല്ലിക്കാത്തളം തന്നെ വെക്കേണ്ടി വരും. പിന്നെ ഞാനും ഉണ്ടാവില്ല, എൻ്റെ മോളും ഉണ്ടാവില്ല. അതൊരു പക്ഷെ ശരിയായിട്ട് തന്നെ വരും കേട്ടോ. നമ്മുടെ താരയുടെ കേസ് കേട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശാരി അവിടുന്ന് പൊടിയും തട്ടി പോകുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ബഗാസുരൻ ചെയ്ത് കൂട്ടിയതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതിനുള്ള ഫലം അയാൾ അനുഭവിക്കാതെയൊന്നും പോവില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എന്തായാലും നമ്മളെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഓർത്തിട്ട്. പക്ഷേ നമ്മുടെ സോണിയുടെയും ആൽബിയുടെയും വിവാഹം നല്ല ഗംഭീരമായി തന്നെ കഴിയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്